1791 സംഭവം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറെ പരിശുദ്ധമായ ശൃംഗേരി മഠം ആക്രമിക്കപ്പെടുന്നു. ആദിശങ്കരൻ സ്ഥാപിച്ച 4 മഠങ്ങളിലൊന്നാണ് ശൃംഗേരിയിലേത്. ഗുജറാത്തിലെ ദ്വാരക ശാരദാപീഠം, ഒഡീഷയിലെ പുരി ഗോവർദ്ധന പീഠം, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ജ്യോതിഷ് പീഠം എന്നിങ്ങനെ 4 കേന്ദ്രങ്ങളാണ് ആദിശങ്കരൻ സ്ഥാപിച്ചത്. ശൃംഗേരി മഠത്തിലേക്ക് ഇരച്ചെത്തിയ അക്രമി സൈന്യം മുന്നിൽ കണ്ടവരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തി. ബ്രാഹ്മണ ഭിക്ഷുക്കളെയും ഗുരുവര്യരെയും പൂജാരികളെയും അവർ കുരുതി ചെയ്തു. വിലപിടിപ്പുള്ളതെന്ന് തോന്നിയതെല്ലാം അപഹരിച്ചു. കൊടും കൊള്ള നടക്കുമ്പോൾ തടസ്സമെന്ന് തോന്നിയവരെ ക്രൂരമായി വകവരുത്തി. ഒടുവിൽ ശ്രീകോവിലിലെ ശാരദാദേവിയുടെ പ്രതിഷ്ഠയിൽ വരെ അക്രമികൾ കൈവച്ചു. ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന തിരുവാഭരണങ്ങളും വിഗ്രഹങ്ങളും വിളക്കുകളും അവർ കൈക്കലാക്കി. ശ്രീകോവിൽ അശുദ്ധമാക്കി അവർ കടന്നു കളഞ്ഞു. മറാഠ സാമ്രാജ്യത്തിലെ സൈനിക ഉദ്യോഗസ്ഥനായ രഘുനാഥ റാവു പട്വർദ്ധനായിരുന്നു ആ അക്രമി സംഘത്തെ നയിച്ചത്. ഹിന്ദു സാമ്രാട്ടുക്കളെന്ന് സംഘപരിവാർ ആഘോഷിക്കുന്ന മറാഠ സാമ്രാജ്യമാണ് ശൃംഗേരിയിലെ മഠം ആക്രമിക്കുന്നതെന്ന് ഓർക്കണം. പണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ക്ഷേത്രധ്വംസനങ്ങളും ആരാധനാലയ ധ്വംസനങ്ങളുമെല്ലാം വർഗീയവും മതപരവുമായ കണ്ണുകളിലൂടെ മാത്രം കാണാൻ ശീലിച്ച, അങ്ങനെ കാണാവൂ എന്ന് ശഠിക്കുന്നവരോട് ചോദിക്കാനുള്ളത് മറാഠകളുടെ ശൃംഗേരി ആക്രമണത്തെ എങ്ങനെ കാണുമെന്നാണ്. പല ഭരണാധികാരികളും അവരുടെ മിലിറ്ററി എക്സ്പെഡീഷനുകൾക്കിടയിൽ പല കാരണങ്ങളാൽ ക്ഷേത്രങ്ങളോ അഗ്രഹാരങ്ങളോ പള്ളികളോ വിഹാരങ്ങളോ ഒക്കെ പൊളിച്ചിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയമായ കാരണങ്ങളാണത്. മറ്റു ചിലപ്പോൾ സാമ്പത്തിക താല്പര്യങ്ങളായിരിക്കാം, മറ്റു ചിലപ്പോൾ മതം തന്നെയാവാം പ്രശ്നം. അവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ശൈവ വൈഷ്ണവ സംഘർഷങ്ങളുടെ ഭാഗമായി ഉണ്ടായ രക്തച്ചൊരിച്ചിലുകളും ക്ഷേത്രധ്വംസനങ്ങളും ഒരു ഹിന്ദു മുസ്ലിം ഭരണാധികാരിക്കിടയിലും ഉണ്ടാകാനിടയില്ല. ഹിന്ദു ബുദ്ധ ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായതിനേക്കാൾ വലിയ കുരുതികൾ വേറെ ആരുടെയും ഇടയിലുണ്ടായ സംഘർഷം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വർത്തമാനകാലത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മതവർഗീയ സൂത്രവാക്യങ്ങൾക്കനുസരിച്ച് ചരിത്രം വ്യാഖ്യാനിക്കരുത് എന്നാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശൃംഗേരിയിലെ അതിക്രൂരമായ അക്രമത്തെപ്പറ്റി അന്നത്തെ ശങ്കരാചാര്യർ മൈസൂർ ഭരണാധികാരിക്ക് ഒരു കത്തെഴുതി. ശൃംഗേരിയിൽ നടന്ന മറാഠകളുടെ കിരാതവാഴ്ചയെ സവിസ്തരം വിവരിച്ച ആ കത്തുകൾ വായിച്ച മൈസൂർ ഭരണാധികാരിക്ക് അരിശം വരുത്തു. അദ്ദേഹം ശങ്കരാചാര്യർക്ക് മറുപടി എഴുതി അയച്ചു. ശാരദാദേവിയുടെ പ്രതിഷ്ഠ അടക്കം മഠത്തിൻ്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയതാരായാലും അവർ ഇതിന് അനുഭവിക്കുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ ശൃംഗേരി മഠത്തിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാനും ആ ഭരണാധികാരി ഉത്തരവിട്ടു. മറാഠ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ചോദിച്ചും സഹായം അഭ്യർത്ഥിച്ചും സാക്ഷാൽ ശൃംഗേരി ശങ്കരാചാര്യർ സമീപിച്ച ആ മൈസൂർ ഭരണാധികാരി മൈസൂർ സിംഹം ടിപ്പു സുൽത്താനായിരുന്നു. നമ്മുടെ നാട് കണ്ട ഏറ്റവും ധീരനായ നീതിമാനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊളോണിയൽ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ പല നാട്ടുരാജ്യങ്ങളും കുമ്പിട്ടു നിന്നപ്പോഴും കമ്പനിക്കും കമ്പനിയുടെ കൂടെയുള്ള ഒറ്റുകാർക്കുമെതിരെ നിരന്തരം പോരാടിയ ധീരദേശാഭിമാനി. സത്യം പറഞ്ഞാൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് സ്വയം അവരോധിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഏറ്റവും കൂടുതൽ ഭയന്ന ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. 1751 ഡിസംബർ 1 ദേവനഹള്ളിയിലായിരുന്നു ടിപ്പുവിൻ്റെ ജനനം. ആർക്കോട്ടിലെ ടിപ്പു മസ്താൻ ഔലിയയോടുള്ള ആദരസൂചകമായാണ് ടിപ്പു എന്ന പേര് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദർ അലി മൈസൂർ സാമ്രാജ്യത്തിലൊരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് ഫാത്തിമ ഫഹ്റുന്നിസ കടപ്പ കോട്ടയുടെ ഗവർണറായിരുന്ന മിർ മൊയ്നുദ്ദീൻ്റെ മകളുമായിരുന്നു. ഇരുവരും മകൻ ടിപ്പുവിന് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി. ടിപ്പുവിന് 10 വയസ്സുള്ളപ്പോൾ 1761 ഹൈദരാലിയുടെ കയ്യിൽ മൈസൂരിൻ്റെ അധികാരം വന്നു. പഠനകാര്യങ്ങളിൽ മിടുക്കനായിരുന്നു ടിപ്പു. വിവിധ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ ടിപ്പു ശീലിച്ചു. ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഖുർആൻ തുടങ്ങിയ മതവിഷയങ്ങളിലും മികച്ച പരിശീലനം നേടി. 17 വയസ്സാകുമ്പോഴേക്കും നയതന്ത്രത്തിലും സൈനിക വിഷയങ്ങളിലും പിതാവ് ഹൈദരാലിയെ സഹായിക്കാൻ മാത്രം പ്രാപ്തി ടിപ്പു കൈവരിച്ചിരുന്നു. ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു ടിപ്പുവിന് സൈനിക പരിശീലനം നൽകിയിരുന്നത്. വിശ്വാസകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ചിരുന്ന ടിപ്പു ബന്ദേ നവാസ് എന്ന വിഖ്യാത സൂഫി വര്യൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു. നിസ്കാര കാര്യങ്ങളിൽ കൃത്യത പുലർത്തിയിരുന്ന സുൽത്താൻ മതപരമായ അച്ചടക്കം ജീവിതത്തിൽ ഉടനീളം പാലിച്ചു പോന്നു. പെരുന്നാളുകളും നബിദിനാഘോഷങ്ങളും വലിയ പൊലിമയിൽ കൊണ്ടാടാൻ ടിപ്പു ഇഷ്ടപ്പെട്ടു. സൂഫി വര്യരുടെ സ്മരണകൾക്കും വലിയ പ്രാധാന്യം നൽകിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതേസമയം ഇതര വിശ്വാസികളുടെ ആഘോഷങ്ങൾക്കും ടിപ്പു പ്രോത്സാഹനം നൽകിപ്പോന്നു. 15 വയസ്സുള്ളപ്പോൾ 1766 ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പങ്കെടുത്ത ഫത്തേഹ് അലി ടിപ്പു ഒരു ചെറിയ കുതിരപ്പടയെ നയിക്കുകയും ചെയ്തു.
രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു ആരാണെന്നും എന്താണെന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശരിക്കും മനസ്സിലായി. 1779 ഫ്രഞ്ചുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മാഹി തുറമുഖം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. ടിപ്പുവിൻ്റെ മേൽനോട്ടം കൂടിയുണ്ടായിരുന്ന മാഹി തുറമുഖം വീണ്ടെടുക്കാൻ ഹൈദരാലി തീരുമാനിച്ചു. മാഹിക്ക് പകരം കർണാട്ടിക് ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഹൈദരലി പദ്ധതിയിടുകയും സൈനിക നീക്കം ആരംഭിക്കുകയും ചെയ്തു. 10,000 പേരുടെ ഒരു സൈന്യത്തെ ടിപ്പുവിന് കീഴിൽ യുദ്ധക്കളത്തിൽ തയ്യാറാക്കി. കേണൽ വില്യം ബെയ്ലിയുടെ സൈന്യത്തെ നേരിടുകയായിരുന്നു ടിപ്പുവിൻ്റെ ദൗത്യം. സർ ഹെക്ടർ മൺട്രോയുമായി ചേർന്ന് ഹൈദരാലിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട ബെയ്ലിയെ ടിപ്പു സുൽത്താൻ വഴിമധ്യേ നേരിട്ടു. ടിപ്പുവിൻ്റെയും സൈന്യത്തിൻ്റെയും വീര്യത്തിന് മുന്നിൽ ബെയ്ലിയുടെ സൈന്യം ഛിന്ന ഭിന്നമായി പോയി. പൊല്ലൂരിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ റോക്കറ്റുകൾ ഇംഗ്ലീഷ് സൈന്യത്തെ തകർത്തു കളഞ്ഞു. ഒരു ഇന്ത്യൻ സൈന്യത്തിൻ്റെ അത്യാധുനിക വെടിക്കോപ്പുകൾ കണ്ട് ബ്രിട്ടീഷുകാർ ശരിക്കും പേടിച്ചരണ്ടുപോയി. ബെയ്ലിയുടെ സൈന്യത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് സൈനികരിൽ 3/4 ഭാഗവും തടവിൽ പിടിക്കപ്പെട്ടു. ബെയ്ലിയെ സഹായിക്കാൻ നീങ്ങിയ മൺട്രോ യുദ്ധത്തിൻ്റെ വിധിയറിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പോകുന്ന പോക്കിൽ വെടിക്കോപ്പുകളും ആയുധങ്ങളും കാഞ്ചീപുരത്തൊരു കിണറ്റിൽ ഉപേക്ഷിക്കേണ്ടി വന്നു മൺട്രോവിന്. പൊല്ലിലൂരിലെ വിജയം കൊണ്ട് ടിപ്പു നിർത്തിയില്ല. 1781 ചിറ്റൂർ കോട്ട ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുത്തു. 1782 തഞ്ചാവൂരിനടുത്തുള്ള അണ്ണാഗുഡിയിൽ വെച്ച് കേണൽ ബ്രൈത്ത് വൈറ്റിൻ്റെ സൈന്യത്തെയും ടിപ്പു തറപറ്റിച്ചു കളഞ്ഞു. അവരുടെ പക്കലുണ്ടായിരുന്ന മുഴുവൻ വെടിക്കോപ്പുകളും ടിപ്പുവിൻ്റെ സൈന്യം കൈക്കലാക്കി. അതേ വർഷം ഡിസംബർ 6 ഹൈദരാലി മരണപ്പെടുകയാണ്. ശേഷം ഡിസംബർ 22 ടിപ്പു മൈസൂർ സാമ്രാജ്യത്തിൻ്റെ സുൽത്താനായി. ബാദുഷാ ടിപ്പു സുൽത്താൻ ബഹാദൂർ. ടിപ്പുവിൻ്റെ ഭരണത്തിലെ ഏറ്റവും പ്രധാന രാഷ്ട്രീയ വെല്ലുവിളി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയായിരുന്നു. അതേസമയം മറാഠ പേഷ്വമാരും ഹൈദരാബാദ് നിസാമുമായും തിരുവിതാംകൂർ രാജാവുമായും ടിപ്പുവിന് പോരടിക്കേണ്ടി വന്നു. കൊടവരും മഹദവികളും ടിപ്പുവിന് ശത്രുക്കളായ ഘട്ടങ്ങളുമുണ്ടായി. പേഷ്വ മാധവറാവു ഒന്നാമൻ്റെ കാലത്ത് 1766 1767 ഹൈദരാലി മറാഠകളോട് പരാജയപ്പെട്ടിരുന്നു. എങ്കിലും മൈസൂരിൻ്റെ നവാബായി ഹൈദരാലിയെ മറാഠ സാമ്രാജ്യം വാഴിച്ചു. മറാഠകളുടെ അധികാരത്തെ ഹൈദരാലിയും അംഗീകരിച്ചു പോന്നു. എന്നാൽ ടിപ്പു അധികാരമേറ്റതിന് ശേഷം മൈസൂർ സാമ്രാജ്യവും മറാഠ സാമ്രാജ്യവും തമ്മിൽ അകൽച്ചയുണ്ടായി. 1785 മുതൽ 1787 വരെ മറാഠകളുമായി പൊരിഞ്ഞ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നർഗുണ്ട്, അഡോണി, സാവന്നൂർ, ബഹാദൂർ ബന്ദ തുടങ്ങിയ യുദ്ധങ്ങളിൽ മൈസൂർ സാമ്രാജ്യം വിജയിച്ചപ്പോൾ ബദാമിയിലും ഗജേന്ദ്രഗഡിലും മറാഠകളാണ് വിജയിച്ചത്. 1787 ഗജേന്ദ്രഗഡ് ഉടമ്പടിയോടെ സംഘർഷം തൽക്കാലത്തേക്ക് അവസാനിച്ചു. മൈസൂർ സൈന്യം പിടിച്ചെടുത്ത കോട്ടകളും പ്രദേശങ്ങളും മറാഠ സാമ്രാജ്യത്തിന് തിരിച്ചു നൽകണമെന്നായിരുന്നു ഉടമ്പടി പ്രകാരമുള്ള വിധി. പകരം 4 വർഷം 12 ലക്ഷം രൂപ നൽകിയാൽ ഈ സ്ഥലങ്ങളെല്ലാം സുൽത്താന് തിരികെ സ്വന്തമാക്കാം എന്നും ആ ഉടമ്പടി പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പ്രകാരം മൈസൂർ സാമ്രാജ്യം ശക്തിയാർജിച്ചു. മറാഠ സാമ്രാജ്യം ടിപ്പു സുൽത്താൻ്റെ അധികാരത്തെ ഉൾക്കൊണ്ടു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധകാലത്ത് ഉടമ്പടി മര്യാദകൾ ലംഘിച്ച് മറാഠ സാമ്രാജ്യം ഇംഗ്ലീഷ് കമ്പനിക്ക് കൈകൊടുത്തു. 1789 തിരുവിതാംകൂർ രാജാവുമായുണ്ടായ സംഘർഷമാണ് 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കലാശിക്കുന്നത്. തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജൻ കൊടുങ്ങല്ലൂർ കോട്ടയടക്കം 2 ഡച്ച് കോട്ടകളുടെ നിയന്ത്രണം ഏറ്റെടുത്തതിൽ ടിപ്പു സുൽത്താന് എതിർപ്പുണ്ടായി. ബ്രിട്ടീഷുകാർക്കും ഈ വിഷയത്തിൽ എതിർപ്പുണ്ടായിരുന്നു. തിരുവിതാംകൂറിനെ സുൽത്താൻ ആക്രമിക്കുകയും ചെയ്തു. 2ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മംഗലാപുരം ഉടമ്പടി പ്രകാരം ഈ ആക്രമണം ബ്രിട്ടീഷ് കമ്പനിക്കെതിരെയുള്ള ആക്രമണം കൂടിയായി ഗണിക്കപ്പെട്ടു. കാരണം തിരുവിതാംകൂർ ഇതിനകം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിലെ പറവൂർ ബറ്റാലിയൻ മൈസൂർ സൈന്യവുമായി ഏറ്റുമുട്ടുകയാണ്. നെടുങ്കോട്ടയിൽ വെച്ച് നടന്ന ഈ പോരിൽ മൈസൂർ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. 800 നായർ പടയാളികൾ മൈസൂർ സൈന്യത്തിന് മുന്നിൽ ശക്തമായ പ്രതിരോധം തീർത്തു. കൊടുംവനത്തിൽ നടന്ന യുദ്ധത്തിൽ മൈസൂർ സൈന്യം പരിഭ്രാന്തരായിപ്പോയി. പാറക്കെട്ടുകളും കിടങ്ങുകളും ഘോരവനത്തിൻ്റെ പ്രകൃതിദത്തമായ കോട്ടകളും മൈസൂർ സൈന്യത്തിനെതിരിൽ ആശ്വാസകരമായ വിജയമുറപ്പിക്കാൻ തിരുവിതാംകൂർ പടയെ സഹായിച്ചു എന്നാണ് ചരിത്രം. ടിപ്പു സുൽത്താൻ്റെ കുതിര കൊല്ലപ്പെട്ടെന്നും ടിപ്പുവിന് വെട്ടേറ്റെന്നും ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ നെടുങ്കോട്ട യുദ്ധം ടിപ്പുവിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒന്നാണ്. നെടുങ്കോട്ടയിലെ അപ്രതീക്ഷിത പരാജയത്തിൽ ടിപ്പു സുൽത്താൻ കൂടുതൽ കരുത്തനായതേയുള്ളൂ. ടിപ്പുവിൻ്റെ 2ാം വരവിൽ തിരുവിതാംകൂർ പട തോറ്റമ്പി എന്നത് ചരിത്രത്തിൽ കാണാം. തൃശ്ശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കും, കൊടുങ്ങല്ലൂരിൽ നിന്ന് ആലുവയിലേക്കും, അവിടെ നിന്ന് വീണ്ടും തെക്കോട്ടേക്കും തിരുവിതാംകൂർ സൈന്യത്തിന് പിൻവാങ്ങി തോറ്റോടേണ്ടി വന്നു. കൊടുങ്ങല്ലൂർ കോട്ട മൈസൂർ സൈന്യം പിടിച്ചെടുത്തു. തിരുവിതാംകൂറിനെ സഹായിക്കാൻ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം
മുനമ്പത്ത് വെറുതെ കാഴ്ച കണ്ട് ഇരുന്നതേയുള്ളൂ. പട നയിച്ച് മുന്നേറിയ ടിപ്പു സുൽത്താനും സൈന്യവും ആലുവയിലെത്തിയപ്പോൾ കനത്ത മഴ. അതൊരു പ്രളയമായി മാറുകയായിരുന്നു. പുഴ മുറിച്ചു കടക്കാൻ കഴിയില്ലെന്നായപ്പോൾ സുൽത്താനും സംഘവും തിരികെ പാലക്കാട്ടേക്ക് പോയി. മംഗലാപുരം ഉടമ്പടി ലംഘിക്കപ്പെട്ടതോടെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒരു ഭാഗത്ത് കോയമ്പത്തൂർ ബ്രിട്ടീഷ് സൈന്യം പിടിച്ചെടുത്തു. ടിപ്പു കോയമ്പത്തൂരിൻ്റെ പല ഭാഗങ്ങളും തിരിച്ചു പിടിച്ചെങ്കിലും നഗരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിൽ തന്നെയായി. വേറെ ഒരു ഭാഗത്ത് ബാംഗ്ലൂരും കമ്പനി പിടിച്ചെടുക്കുകയും ശ്രീരംഗപട്ടണം ആക്രമിക്കുമെന്ന് ഭീഷണി ഉയർത്തുകയും ചെയ്തു. ഇതറിഞ്ഞ ടിപ്പു കമ്പനിയുടെയും കൂട്ടാളികളുടെയും സപ്ലൈ ചെയിൻ മുറിച്ചു കളഞ്ഞു. പരമാവധി സൈന്യം ബ്രിട്ടീഷുകാർക്ക് മതിയായ ഭക്ഷണവും ആയുധങ്ങളും എത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. വഴിയിലെ ധാന്യശേഖരങ്ങൾ മൈസൂർ സൈന്യം ഒളിപ്പിച്ചു വെച്ചു, വയലുകൾ നശിപ്പിച്ചു, ആയുധപ്പുരകൾ ആക്രമിച്ചു. കമ്പനിയുടെ പട്ടാളവും കുതിരകളും ഭക്ഷണം കിട്ടാതെ വലഞ്ഞു. തങ്ങളുടെ പീരങ്കികൾ വലിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ അവ വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി ബ്രിട്ടീഷ് കമ്പനി സൈന്യത്തിന്. ലോർഡ് കോൺവാലിസിൻ്റെ സൈന്യം ബംഗളൂരു വിട്ട് മടങ്ങിപ്പോയി. കോയമ്പത്തൂരും ടിപ്പു വീണ്ടെടുത്തു. ശ്രീരംഗപട്ടണത്തിന് മേലുള്ള ആക്രമണം ഇങ്ങനെ തടയാൻ കഴിഞ്ഞെങ്കിലും യുദ്ധം മൊത്തത്തിൽ ടിപ്പുവിന് വലിയ ക്ഷീണമായി മാറി. 1792 ബ്രിട്ടീഷ് സഖ്യം തിരിച്ചു വന്നു. മൈസൂരിന് മേൽ ചുറ്റിലും ഉപരോധങ്ങൾ ഉയർന്നു. വൈകാതെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കപ്പെട്ടു. സാമ്രാജ്യത്തിൻ്റെ പകുതിയോളം ഭാഗം ബ്രിട്ടീഷുകാർക്കും അവരുടെ സഖ്യങ്ങൾക്കും വിട്ടുകൊടുക്കേണ്ടി വന്നു. 3,30,00,000 രൂപ നഷ്ടപരിഹാരമായി കൊളോണിയൽ സഖ്യത്തിന് നൽകണം എന്ന ആവശ്യമുണ്ടായി. അതുവരെ സുൽത്താൻ്റെ 2 മക്കളെ സഖ്യം കരുതലിൽ പിടിച്ചു. പിന്നീട് പണമടച്ച് ടിപ്പു സുൽത്താൻ മക്കളെ തിരിച്ചുകൊണ്ടുവരുന്നുണ്ട്. സുൽത്താനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം വലിയ പ്രതിസന്ധിയായി മാറുകയായിരുന്നു. ഈ അവസരത്തിലാണ് തൻ്റെ പിതാവിൻ്റെ കാലം മുതൽക്കേ ഉണ്ടായിരുന്ന ഫ്രഞ്ച് സൗഹൃദം ഉപയോഗപ്പെടുത്തി ഒരു രാജ്യാന്തര ബ്രിട്ടീഷ് വിരുദ്ധ സഖ്യം രൂപപ്പെടുത്താൻ ടിപ്പു തീരുമാനിക്കുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ ഫ്രഞ്ചുകാർ കുതിച്ചു കയറുന്ന നാളുകളായിരുന്നു അത്. നെപ്പോളിയൻ്റെ ഈജിപ്ഷ്യൻ പര്യടനത്തിൻ്റെ പ്രധാന താൽപ്പര്യങ്ങളിലൊന്ന് ടിപ്പുവിനെ സഹായിക്കുക എന്നതായിരുന്നത്രേ. ഈജിപ്ത് ജയിച്ചടക്കിയാൽ ഇന്ത്യയിലെ ടിപ്പു സാഹിബുമായി ചേർന്ന് ബ്രിട്ടീഷ് അധികാരങ്ങൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അവസാനിപ്പിക്കണം എന്ന് നെപ്പോളിയൻ പ്രഖ്യാപിച്ചു. എന്നാൽ 1798 നെപ്പോളിയൻ്റെ നാവികസേനയെ നൈൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു. ഇതോടെ നെപ്പോളിയൻ്റെ സഹായം പെട്ടെന്ന് ടിപ്പുവിന് എത്തിച്ചേരില്ല എന്നുറപ്പായി. ഈ അവസരത്തിൽ വെല്ലിംഗ്ടൺ പ്രഭു ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ ഒരു കൂറ്റൻ സൈന്യം ശ്രീരംഗപട്ടണത്തേക്ക് മാർച്ച് ചെയ്തു. കൂടെ മറാഠകളും ഹൈദരാബാദ് നിസാമും ചേർന്നു. മൈസൂർ സൈന്യത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള സൈന്യമായിരുന്നു ശത്രുക്കളുടേത്. എങ്കിലും പോരാട്ടം കനത്തു. ടിപ്പുവിൻ്റെ റോക്കറ്റുകൾ ബ്രിട്ടീഷ് സഖ്യ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അതിനിടയിൽ ടിപ്പുവിൻ്റെ പാളയത്തിൽ ചതിയുമുണ്ടായി. മിർസാദിഖ് അടക്കം 5 ഉദ്യോഗസ്ഥർ ടിപ്പുവിനെ ഒറ്റുകൊടുത്തു. മൈസൂർ സൈന്യത്തിൻ്റെ ശമ്പളം വൈകിപ്പിച്ചും സുൽത്താൻ്റെ പരമപ്രധാനമായ ഉത്തരവുകൾ സൈന്യത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിച്ചും മിർസാദിഖ് ടിപ്പുവിൻ്റെ പ്രതിരോധ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കോട്ടമതിലുകളുടെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങളും ബ്രിട്ടീഷുകാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. കോട്ടയ്ക്കകത്ത് നിന്ന് തുരുതുരാ റോക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു പീരങ്കി പ്രയോഗം കോട്ടയ്ക്കകത്തേക്ക് പതിച്ചു. അത് ചെന്നു വീണത് തൊടുക്കാൻ തയ്യാറാക്കി വെച്ച റോക്കറ്റുകൾക്കിടയിലായിരുന്നു. കോട്ടയ്ക്കകത്ത് ഉഗ്രസ്ഫോടനം നടന്നു. പുകയും പൊടിപടലങ്ങളും നിറഞ്ഞു. ആളപായങ്ങളും പരിക്കുകളും ഉണ്ടായി. കോട്ടമതിലുകളിൽ വിടവുകൾ രൂപപ്പെട്ടു. കോട്ടമതിൽ അങ്ങനെ ബ്രിട്ടീഷ് പട ഭേദിക്കുകയാണ്. അന്നേരം തൻ്റെ ഫ്രഞ്ച് സൈനിക ഉപദേശകർ ടിപ്പുവിനോട് തൽക്കാലം രക്ഷപ്പെട്ടു പോകാൻ നിർദ്ദേശിച്ചു. ഇന്നത്തോടെ ടിപ്പുവിൻ്റെ പോരാട്ടങ്ങൾ അവസാനിക്കേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു നോക്കി. എന്നാൽ ടിപ്പു സുൽത്താൻ പ്രഖ്യാപിച്ചു, ഒരാടിനെ പോലെ പേടിച്ച് 1000 ദിവസം കഴിയുന്നതിലും നല്ലത് സിംഹത്തെ പോലെ ഒരു ദിവസം കഴിയുന്നതാണ്. ടിപ്പു അടർക്കളത്തിലേക്ക് ചാടി വീണു. എതിരിൽ വന്ന ബ്രിട്ടീഷ് പട്ടാളം കഷ്ണങ്ങളായി ചിതറിപ്പോയി. നേർക്കുനേർ യുദ്ധം ചെയ്യാൻ പോലും വെള്ളക്കാരും അവർക്ക് കൈകൊടുത്ത മറാഠകളും നിസാമിൻ്റെ കൂലിപ്പടയും പേടിച്ചു. ഒരേ സമയം പല ആംഗിളുകളിൽ പടവെട്ടാനും യുദ്ധക്കളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുതിച്ചെത്തി സഹസൈനികർക്ക് ആത്മവിശ്വാസം നൽകാനും അതുപോലെ എതിരാളികളിൽ ഭയം നിറക്കാനും അസാധാരണമായ മിടുക്കുണ്ടായിരുന്നു ടിപ്പുവിന്. കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ഇംഗ്ലീഷ് പട തലങ്ങും വിലങ്ങും വെടിയുതിർത്തു. അവരുടെ തന്നെ പട്ടാളക്കാർ ആ വെടിയുണ്ടകളേറ്റ് വീണുപോയി. അതുപോലെ ചീറിപ്പാഞ്ഞെത്തിയ ഒരു വെടിയുണ്ട ടിപ്പുവിനെ തൊട്ടു. ഒന്നിനു പിറകെ ഒന്നായി വെടിയുണ്ടകൾ തുളഞ്ഞുകയറി. വീണുപോകുന്ന ടിപ്പുവിൻ്റെ ശരീരത്തിൽ വാളുകൾ ചുംബിച്ചു. കഠാരകൾ വിരുന്നുകൂട്ടി. ഷഹീദ് ടിപ്പു സുൽത്താൻ അമരനായി തീർന്നു. കോട്ടയുടെ അകത്തളം മൃതശരീരങ്ങളാൽ നിറഞ്ഞു. അതിനിടയിൽ ടിപ്പുവിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. ടിപ്പു വീണ വാർത്തയറിഞ്ഞ ബ്രിട്ടീഷ് ജനറൽ ജോർജ് ഹാരിസ് ഉറക്കെ അലറിയത്രേ, ഇനി ഇന്ത്യ നമുക്ക് സ്വന്തമാണ്.
പിന്നീടുള്ള ദിവസങ്ങളിൽ ലണ്ടൻ്റെയും മാഞ്ചസ്റ്ററിൻ്റെയും തെരുവുകളിൽ വെള്ളക്കാർ ആഘോഷത്തിമിർപ്പിലാണ്ടു. ഒറ്റുകാരനായ മിർ സാദിഖിനെ മൈസൂർ സൈന്യം പിടികൂടി അടിച്ചുകൊന്നു എന്നാണ് ചരിത്രം. സത്യം പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള ചതി മാത്രമായിരുന്നില്ല ടിപ്പുവിൻ്റെ പരാജയ കാരണം. മറാഠ സാമ്രാജ്യവും ഹൈദരാബാദ് നിസാമും ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്നതും നെപ്പോളിയൻ്റെ സഹായമെത്താൻ കഴിയാതെ പോയതും മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ പരിണിതികളും ടിപ്പുവിൻ്റെ പതനത്തെ ക്ഷണിച്ചു വരുത്തി. സുൽത്താൻ രക്തസാക്ഷിയാകുമ്പോൾ 47 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്തിന് മുന്നേ നടന്ന ഭരണപരിഷ്കർത്താവ് കൂടിയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുഗൾ ബംഗാളിനേക്കാൾ വലിയ സാമ്പത്തിക നിലയിലേക്ക് മൈസൂർ മാറിയിരുന്നു. കൃഷിയിലും വ്യവസായത്തിലും വലിയ പുരോഗതി ഉണ്ടായി. ഡാമുകളും റോഡുകളും നിർമ്മിക്കപ്പെട്ടു. ചുരങ്ങൾ വെട്ടിയുണ്ടാക്കി നാടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പുതിയ നാണയക്രമം പുറത്തിറക്കി. ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ ഉണർവുണ്ടായി. മൈസൂർ പട്ടുൽപാദനം ആരംഭിച്ചു. ചന്നപട്ടണ പാവകളുടെ നിർമ്മാണത്തിലും കയറ്റുമതിക്കും വലിയ പ്രോത്സാഹനം നൽകിപ്പോന്നു. ഫ്രാൻസുമായി മാത്രമായിരുന്നില്ല ടിപ്പു സുൽത്താൻ്റെ വിദേശ ബന്ധങ്ങൾ. ചൈന, അഫ്ഗാൻ, തുർക്കി എന്ന് തുടങ്ങിയ വിശാലമായ നയതന്ത്ര വ്യാപാര ബന്ധം മൈസൂരിനുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല റോക്കറ്റ് സംവിധാനത്തിന് പുറമെ മികച്ച നാവിക സൈന്യവും മൈസൂരിനുണ്ടായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും സംഘപരിവാർ അടക്കമുള്ള സങ്കുചിത രാഷ്ട്രീയക്കാർക്ക് ഇന്നും ടിപ്പു സുൽത്താൻ ഒരു വിവാദ പുരുഷനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകരോട് സംഘപരിവാരം പുലർത്തുന്ന അലർജി തന്നെയാണ് പ്രധാന കാരണം. മറ്റൊന്ന് അവരുടെ ധ്രുവീകരണ ചരിത്രാഖ്യാനങ്ങൾക്ക് വേണ്ടിയാണ്. ടിപ്പു സുൽത്താൻ കടുത്ത ഹിന്ദു വിരുദ്ധനും ക്ഷേത്രധ്വംസകനുമായിരുന്നു എന്നാണ് അവരുടെ പ്രധാന പ്രചരണം തന്നെ. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രങ്ങൾക്ക് നേരെയും ചർച്ചുകൾക്ക് നേരെയും അക്രമങ്ങൾ ഉണ്ടായ സംഭവം ധാരാളമായി പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ യുദ്ധത്തിനിടയിൽ ശത്രു സൈന്യം ഒളിച്ചിരിക്കാനും സമ്പത്തൊളിപ്പിക്കാനും ആരാധനാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇത്തരം സൈനിക നടപടികൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ചർച്ചുകളിൽ കയറിയിരുന്ന് ടിപ്പുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഭവങ്ങൾ ചർച്ചുകൾക്ക് നേരെയുള്ള ആക്രമണത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടാകണം. അതുപോലെ ക്ഷേത്രങ്ങളിൽ ശത്രുക്കൾ ഒളിച്ചിരുന്നപ്പോഴോ പാവപ്പെട്ട കർഷകരുടെയും കുടിയാന്മാരുടെയും മറ്റും സമ്പത്തുക്കളും അധ്വാനങ്ങളും ചൂഷണം ചെയ്തും മറ്റും സ്വരുക്ക് കൂട്ടിയ ധനം ഒളിപ്പിച്ചു വെച്ചപ്പോഴോ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവണം. എന്നാൽ ഇതൊന്നും ഏതെങ്കിലും മതവിദ്വേഷം കൊണ്ടായിരുന്നു എന്ന് വിധിച്ചുകൂടാ. ക്ഷേത്രധ്വംസനത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു ഫനാറ്റിക്കായിരുന്നു ടിപ്പുവെങ്കിൽ ശ്രീരംഗപട്ടണത്തെ രംഗനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അവരെന്തു പറയും? തൻ്റെ കോട്ടക്കകത്തു തന്നെ ക്ഷേത്രം സംവിധാനിച്ചെന്ന് മാത്രമല്ല, പള്ളിയിലെ ബാങ്കുലികളും ക്ഷേത്രത്തിലെ മണിയൊച്ചകളും മനോഹരമായി അവിടെ സമ്മേളിച്ചു. 156 ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സ്ഥിരമായി ധനസഹായം കൊടുത്തുകൊണ്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഭൂസ്വത്തുക്കൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, രത്നങ്ങൾ, സ്വർണ്ണത്തളികകൾ എന്നിങ്ങനെ ക്ഷേത്രങ്ങൾക്ക് നിരന്തരം സംഭാവനകളും സമ്മാനങ്ങളും നൽകിപ്പോന്നു. നഞ്ചൻകുണ്ടിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഇപ്പോഴും ടിപ്പു സമ്മാനിച്ച സ്വർണ്ണ ചഷകങ്ങളുണ്ട്. ശ്രീരംഗപട്ടണത്തെ രംഗനാഥ ക്ഷേത്രത്തിലുള്ള മരതക നിറമുള്ള ശിവലിംഗവും ടിപ്പു സുൽത്താൻ തന്നെയാണ് സമ്മാനിച്ചത്. അവിടെ സുൽത്താൻ സമ്മാനമായി നൽകിയ 7 വെള്ളിപ്പാത്രങ്ങളും കർപ്പൂരം പുകയ്ക്കുന്ന തളികയും ഉണ്ടായിരുന്നു. കലാലയിലെ ലക്ഷ്മികാന്ത ക്ഷേത്രത്തിലും കാണാം ടിപ്പു സമ്മാനിച്ച വെള്ളിപ്പാത്രങ്ങൾ. മേൽക്കോട്ടയിലെ ക്ഷേത്രാചാര സംരക്ഷണത്തിന് മുൻകൈയെടുത്തതും ടിപ്പു സുൽത്താൻ തന്നെയായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സുൽത്താൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ ഒരു കൃഷ്ണറാവു ആയിരുന്നു. ശമയ്യ അയ്യങ്കാർ, രംഗ അയ്യങ്കാർ, പൂർണ്ണയ്യ, സഭാറാവു, മൂൾചന്ദ്, സജൻ റായ് തുടങ്ങിയ നിരവധി ഹിന്ദുമത വിശ്വാസികൾ സുൽത്താൻ്റെ ഭരണകാര്യങ്ങളിൽ സുപ്രധാന തസ്തികകളിൽ നിയമിക്കപ്പെട്ടിരുന്നു. ഹിന്ദുമതത്തോടോ മറ്റേതെങ്കിലും വിശ്വാസത്തോടോ വിരോധമുള്ള ആളായിരുന്നില്ല ടിപ്പു സുൽത്താൻ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം രാഷ്ട്രീയമായ കാരണങ്ങളാൽ കൊടകിലെ കൊടവരോടും മംഗലാപുരത്തെ കത്തോലിക്ക വിശ്വാസികളോടും മഹ്ദവി മുസ്ലിങ്ങളോടും കടുത്ത നിലപാടുകൾ സുൽത്താൻ കൈക്കൊണ്ടിട്ടുണ്ട്. മൈസൂർ സാമ്രാജ്യത്തിനെതിരായി ബ്രിട്ടീഷുകാരുമായി പലപ്പോഴും ചേർന്നതിനാലാണ് ഇവരെ ടിപ്പു സുൽത്താൻ വേട്ടയാടിയിട്ടുള്ളത്. എന്നാൽ കൊടവരോടും മംഗലാപുരം കത്തോലിക്കക്കാരോടുമുള്ള നിലപാടുകൾ മാത്രം ചൂണ്ടിക്കാട്ടി ടിപ്പു ഒരു മതഭ്രാന്തനായിരുന്നു എന്ന് വിധിക്കുന്നത് ഒരിക്കലും നീതിയല്ല. സത്യം പറഞ്ഞാൽ ടിപ്പു സുൽത്താനെ അങ്ങേയറ്റം വെറുത്ത ബ്രിട്ടീഷുകാരുടെ വിവരണങ്ങളിൽ നിന്നാണ് ടിപ്പുവിനെതിരെയുള്ള നുണക്കഥകളേറെയും വരുന്നത്. ടിപ്പുവിനെ മതഭ്രാന്തനും ഹിന്ദുവിരോധിയും ക്രൂരനുമായി ചിത്രീകരിച്ച് പരമാവധി ടിപ്പു വിരോധമുണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ അന്നേ ശ്രമിച്ചു. അങ്ങനെയുള്ള ബ്രിട്ടീഷ് രേഖകൾ അവലംബിച്ചാണ് സംഘപരിവാർ ചരിത്രം കെട്ടിയുണ്ടാക്കുന്നത്. കർണാടകയിൽ മാറി മാറി വരുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും സർക്കാരുകൾ ടിപ്പു ജയന്തി അടക്കമുള്ള വിഷയങ്ങൾ വിരുദ്ധ നിലപാടുകൾ പ്രദർശിപ്പിച്ചു പോരുന്നുണ്ട്. BJP ടിപ്പുവിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് സർക്കാർ ടിപ്പു ജയന്തി വലിയ ആഘോഷമായി കൊണ്ടാടുന്നു. 227 വർഷങ്ങൾക്കിപ്പുറവും ചൂടുപിടിച്ച രാഷ്ട്രീയ വിഷയമായി ടിപ്പു വിരാജിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പിയിലും ടിപ്പുവിൻ്റെ ചിത്രം കാണാൻ സാധിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളിലെ ഏറ്റവും ധീരമായ അധ്യായമാണ് ടിപ്പു സുൽത്താൻ്റേത്.
നൂതനമായ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയും രാജ്യാന്തര സഖ്യങ്ങൾ സ്ഥാപിച്ചും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരിൽ നടന്ന പോരാട്ടം ബ്രിട്ടൻ്റെ കൊളോണിയൽ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമാണ് എന്നും ടിപ്പു സുൽത്താൻ. സംഘപരിവാറിൻ്റെ സങ്കുചിത രാഷ്ട്രീയത്തിന് വെട്ടിമാറ്റാൻ കഴിയാത്ത സത്യമാണത്.